മാതൃഭൂമി 25 ഡോക്ടർമാരെ ഭുജിലേക്ക് അയക്കുന്നു എന്ന് പറഞ്ഞു. അവർ അന്നത്തെ വിമാനത്തിൽ 25 ഡോക്ടർമാർ അഹമ്മദാബാദ് വൈകിട്ടോടുകൂടി വന്നിറങ്ങി. അപ്പോഴത്തേക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കറസ്പോണ്ടൻറ്റ് പോയി, മറ്റൊരു കറസ്പോണ്ടൻറ്റ് പ്രവീൺ കൃഷ്ണൻ എന്ന കറസ്പോണ്ടൻറ്റ് എത്തി. അപ്പം പിറ്റേ ദിവസം മുതൽ പുള്ളിയുടെ കൂടെയുള്ള ഡ്യൂട്ടിയാവും എനിക്ക്. ഈ ഡോക്ടർമാരെ 3 വണ്ടികളിലായി, ഈ വാൻ പോലത്തെ വലിയ മെട്രോ വലിയ വാനുകൾ, അങ്ങനെ 3 വാനുകളിലായി അവരെ കയറ്റി അവർ ഭുജിലേക്ക് പോയി. ഞങ്ങൾ തിരിച്ച് ഹോട്ടലിൽ വന്നു. ഭക്ഷണമൊക്കെ ലിമിറ്റ് ഭക്ഷണമാണ്. ചിലപ്പോൾ രാവിലെ ഒന്നും കഴിക്കില്ല, ഉച്ചയ്ക്കൊന്നും കഴിക്കില്ല, അങ്ങനത്തെ ലിമിറ്റ്. നമ്മൾ ഈ ഭുജിലേക്ക് പോകുന്ന സമയത്തെല്ലാം ബ്രെഡും വെള്ളവും മാത്രമാണ് കൊണ്ടുപോകുന്നത്. എവിടെയെങ്കിലും വഴി നിർത്തി 2 ബ്രെഡ് ചവച്ച് തിന്നും, വെള്ളം കുടിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ബോഡിയുടെ സ്മെല്ലും ഈ അറ്റ്മോസ്ഫിയറിൽ നമുക്കൊരു ആഹാരം മേടിച്ച് കഴിക്കാൻ നമ്മുടെ മനസ്സ് അനുവദിക്കില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിർത്തി 2 ബ്രെഡ് പീസ് കഴിച്ചു, ഒരു 2 ഗ്ലാസ് വെള്ളം കുടിച്ചു. അങ്ങനെയാണ് ഓരോ ദിവസവും പോകുന്നത്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ഡോക്ടർമാർ ഭുജിലേക്ക് പോയി. വെളുപ്പിന് ഞങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജ്, ആ പോയ വാഹനത്തിലെ ഡ്രൈവർ ഉറങ്ങിപ്പോവോ എന്തോ ചെയ്തു, ആ വണ്ടി ഇടിച്ചു, അതിലൊരു ഡോക്ടർ ഉണ്ണികൃഷ്ണൻ മരിച്ചു എന്നാണ്. പിന്നെ ഉള്ള അടുത്ത ചിന്ത, ഇനി ഇത് ഉണ്ണികൃഷ്ണൻ്റെ ബോഡി അഹമ്മദാബാദിലേക്ക് വരും, അതെങ്ങനെ റിസീവ് ചെയ്യും, എങ്ങനെ കൊണ്ടുപോകും, എങ്ങനെ കൊടുത്തുവിടണം, ഇതൊക്കെ നമ്മുടെ ചിന്തയാണ്, എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം ഒന്നാമത് നമുക്ക് മൊബൈലില്ല ബന്ധപ്പെടാൻ, എല്ലാം ഫോൺ ചെയ്ത് ചോദിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഏതാണ്ട് 3 മണി 4 മണിയോടുകൂടി ഉണ്ണികൃഷ്ണൻ്റെ ബോഡി അഹമ്മദാബാദ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പം ആരോ ഒരാൾ പറഞ്ഞു ശവപ്പെട്ടി വേണം. അത് പറയുന്ന വളരെ ലേറ്റായിട്ടാണ്. ലേറ്റെന്ന് പറയുന്ന ഒരു 9 മണിയെങ്കിലും ആയിട്ടുണ്ടാവും ശവപ്പെട്ടിയുടെ കാര്യം പറയുന്നത്. അപ്പോൾ ശവപ്പെട്ടി നമ്മളവിടെ പോയി കൊണ്ടുവരും. അപ്പം ഞാനും എൻ്റെ കറസ്പോണ്ടൻറ്റ് പ്രവീൺ കൃഷ്ണനും ഏഷ്യാനെറ്റിൻ്റെ കറസ്പോണ്ടൻറ്റ് ജഗദീപ്, ഞങ്ങൾ 3 പേരും കൂടെ ശവപ്പെട്ടി അന്വേഷിച്ചുള്ള യാത്രയായി. അഹമ്മദാബാദിൻ്റെ തെരുവുകളിൽ ശവപ്പെട്ടി ചോദിച്ചു നടക്കാം. എവിടെ 8 മണി കഴിഞ്ഞാൽ ഒന്നാമത് ഈ ഭൂകമ്പം ഇതെല്ലാം കഴിഞ്ഞ ശേഷം കടകളൊന്നും തുറന്നിട്ടില്ല, ഒന്നുമില്ല. അങ്ങനെ അപ്പം നമ്മുടെ മനസ്സിൽ തോന്നി ഏതെങ്കിലും പള്ളികൾ കണ്ടുപിടിച്ചാൽ ചിലപ്പോൾ ഒരു പക്ഷേ പള്ളിയിൽ അച്ഛനോട് ചോദിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ആദ്യത്തെ ചർച്ചിൽ പോയി കൊട്ടി, ആരും തുറന്നില്ല. 2ാമത്തെ ചർച്ചിൽ പോയി കൊട്ടി, അവിടെ ആരും തുറന്നില്ല. 3ാമതൊരു ചർച്ചിൽ പോയി കൊട്ടിയപ്പം അവിടുത്തെ വികാരി തുറന്നു, ചോദിച്ചു എന്താണ് കാര്യം. അപ്പം ഞങ്ങളിങ്ങനെ കേരളത്തിൽ നിന്നുള്ള പത്രമാണ്, മാതൃഭൂമി എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എന്തോ കേരള റിലേഷൻ ഉണ്ടാവാം, അദ്ദേഹത്തിന് മാതൃഭൂമി എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടുന്ന് ഇത്ര ദൂരം പോയാൽ ഒരു ശവപ്പെട്ടി ഉണ്ടാക്കുന്ന ആളുണ്ട്, അയാളെടുത്ത് ചെന്നാൽ മിക്കവാറും പെട്ടി കിട്ടും. അങ്ങനെ ഞങ്ങൾ വഴിയെ നടക്കുകയാണ്, അല്ലാതെ ഞങ്ങളുടെ കയ്യിൽ വാഹനമില്ല, ഓട്ടോയില്ല, ഒന്നുമില്ല, വഴിയെ കാരണം ശവപ്പെട്ടി അന്വേഷിച്ചുള്ള യാത്രയാണ്. അങ്ങനെ ഞങ്ങൾ എത്തിപ്പെടുന്ന ഒരു ശവപ്പെട്ടി ഉണ്ടാക്കുന്ന ആളിൻ്റെ വീട്ടിലാണ്. അവിടെ ചെന്ന് കാര്യം പറഞ്ഞു. ആ പുള്ളി 800 റുപ്യാണോ 900 റുപ്യ എന്തോ റേറ്റ് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. പെട്ടി റെഡിയാക്കാൻ പറഞ്ഞു. പെട്ടെന്ന് റെഡിമെയ്ഡ് സംഭവമായിരുന്നു. പുള്ളി അതിൻ്റെ അടപ്പൊക്കെ ശരിയാക്കി അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചു. എങ്ങനെ ഇത് കൊണ്ടുപോകും, ഒരു ഓട്ടോ വിളിച്ചു. ഓട്ടോയുടെ മുകളിൽ ശവപ്പെട്ടിയും വെച്ച് ഞങ്ങൾ ആ ഓട്ടോയിൽ കയറി. ഓട്ടോ നേരെ അഹമ്മദാബാദ് മെഡിക്കൽ കോളേജിലേക്ക് എത്തി. ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ വരുമ്പം അവിടെ സർക്കാരിൻ്റെ സംവിധാനം ആണോ അതോ ഞങ്ങളുടെ ബ്യൂറോ ഡൽഹിയിൽ നിന്ന് ഇടപെട്ടതിൻ്റെ ആണോ എന്തോ ശവപ്പെട്ടിയൊക്കെ അവിടെ മേടിച്ച് അവർ അതൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ ഈ ശവപ്പെട്ടിക്കാരനെ എന്ത് ചെയ്യും? അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെയാണ് സിറ്റുവേഷൻ, ശവപ്പെട്ടിയുടെ ആവശ്യം കഴിഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, എനിക്ക് ഓട്ടോ ചാർജ് കൂടാതെ ഒരു 100 റുപ്യ എക്സ്ട്രാ തരണമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിയുടെ ഓട്ടോ ചാർജ് കൂടാതെ ഒരു 100 റുപ്യ എക്സ്ട്രാ കൊടുത്ത് പുള്ളിയെ യാത്രയാക്കി. അതിനുശേഷം ഈ ഡെഡ് ബോഡിയായിട്ട് ഞങ്ങൾ എയർപോർട്ടിലെത്തി. അയക്കാനുള്ള സംവിധാനമെല്ലാം ചെയ്ത് തിരിച്ച് ഹോട്ടലിലെത്തുകയായിരുന്നുണ്ടായത്. ഭൂകമ്പം കവർ ചെയ്യാൻ പോയപ്പം അഹമ്മദാബാദിലെ അല്ലെങ്കിൽ ഗുജറാത്തിലെ ചെറിയ ചെറിയ സ്റ്റോറികൾ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അത് ആ സ്റ്റോറിയിലൊരു വ്യത്യസ്തമായ ഞാൻ കണ്ട ഒരു ടീ ഷോപ്പാണ്. ആ ടീ ഷോപ്പിനകം മുഴുവൻ ഖബറടക്കിയ ആൾക്കാരുടെ ഖബറിസ്ഥാനാണ്. ആ ഖബറിസ്ഥാൻ്റെ മുകളിലാണ് ടീ സ്റ്റാൾ സ്ഥിതി ചെയ്യുന്നത്. ഇത് ഒത്തിരി മാധ്യമപ്രവർത്തകർ കവർ ചെയ്തിട്ടുള്ള സംഭവമാണ്. കാരണം അവിടെ പോയിരുന്ന്
ഈ ഖബറിൻ്റെ ഇടയ്ക്കിരുന്ന് ചായ കുടിക്കുക, സ്നാക്സ് കഴിക്കുക. അതൊരു എന്താ പറയുക, എനിക്ക് നമ്മൾ കേരളത്തിലാണെങ്കിൽ ഖബറിസ്ഥാനിലേക്ക് ആരെങ്കിലും പോവോ? ഇല്ല. പള്ളിയിലെ ശവക്കോട്ടയിലേക്ക് ആരെങ്കിലും പോവോ? അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ഖബറിസ്ഥാനിലൊരു ചായക്കട, അതും വ്യത്യസ്തമായ ആൾക്കാർ വന്നിരുന്ന് വ്യത്യസ്തമായ ചിന്തയുള്ള ആൾക്കാർ, വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയുന്ന ആൾക്കാർ, അങ്ങനെ ഒരു അന്തരീക്ഷം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ഒരു അന്തരീക്ഷം കാണുന്നത്. കാരണം ഒരു ഖബറിസ്ഥാനിലൊരു ചായക്കട, അത് വ്യത്യസ്തയെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം അത് ഞങ്ങൾ സ്റ്റോറി ചെയ്തു. ആ സ്റ്റോറി നന്നായിട്ട് മാതൃഭൂമി യൂസ് ചെയ്യുകയും ചെയ്തു. ഈ ഭുജ ഏരിയകളിലൊക്കെ ഉള്ള സാധാരണക്കായ മനുഷ്യരാണ്. അവർ നെയ്ത്ത് ജോലി, ഈ ഡ്രസ്സുകളിൽ കൈകൊണ്ട് തയ്ച്ച് ഡിസൈൻ ചെയ്യുന്ന പാവങ്ങളായ മനുഷ്യർ താമസിക്കുന്ന ഏരിയയാണ് ഭുജ ഏരിയ. ഗുജറാത്തിലെ ഭൂകമ്പത്തിൻ്റെ ഉത്ഭവ സ്ഥലം അത് ഭുജിൽ നിന്നും വളരെ ദൂരെ ഒരു സ്ഥലത്തായിരുന്നു. അത് ഉപ്പുപാടങ്ങൾക്കടുത്തായിട്ട് ഒരു ഗ്രാമം. ആ ഗ്രാമത്തിൽ ഈ ഉത്ഭവം ഉണ്ടായ സ്ഥലം ഒരു കിണർ പോലെ, ഞങ്ങൾ ആ സ്പോട്ടിൽ പോയി. ആ ഒരു കിണർ പോലെ, കാരണം ഭൂമിക്കടിയിൽ നിന്ന് വന്ന ആ സമ്മർദ്ദമായിരിക്കാം, ഒരു കിണറിൻ്റെ മാതൃകയിൽ അത് കുഴിഞ്ഞു പോയിരുന്നു. ഞങ്ങളവിടെ നിന്ന് ഭുജിയിൽ നിന്ന് തിരിച്ചു പോരുമ്പോൾ ഇപ്പോഴും ഉറ്റവരെ തേടി ആൾക്കാർ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും തിരയുക. ഞങ്ങൾ പോരുമ്പോഴും അവിടെ ആൾക്കാർ ഉറ്റവരെ തിരയുകയാണ്. എത്രയോ ദിവസങ്ങൾ പിന്നിട്ടു, എന്നിട്ടും പലർക്കും ഉറ്റവരെ കിട്ടിയിട്ടില്ല. കാരണം ഈ അവശിഷ്ടങ്ങൾ കംപ്ലീറ്റ് നീക്കിയാൽ തന്നെ ജീവനോടെ ഉണ്ടാവുമെന്ന് ഒരിക്കലും ചിന്തിക്കാൻ പറ്റുകയില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഗുജറാത്ത് ഭൂകമ്പം കവർ ചെയ്യാൻ സാധിച്ചത്. ഗുജറാത്ത് ഭൂകമ്പത്തിന് ശേഷം ഞാൻ മറ്റൊരു ഭൂകമ്പത്തിൻ്റെ അനുഭവങ്ങളിലേക്കാണ് പോകുന്നത്. ചണ്ഡീഗഡിൽ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെ യോഗം നടക്കുന്നു. അത് കവർ ചെയ്യാൻ ഞാനും എൻ്റെ കറസ്പോണ്ടൻറ്റും ചണ്ഡീഗഡിലേക്ക് പോയി. ചണ്ഡീഗഡിൽ പഞ്ചാബ് ഭവനും ഹരിയാന ഭവനും അടുത്തടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. പഞ്ചാബ് ഭവനിൽ മീറ്റിങ്ങും ഹരിയാന ഭവനിൽ മീഡിയ സെൻറ്ററുമാണ്. ഈ സോണിയാഗാന്ധി പ്രൈം മിനിസ്റ്റർ, കോൺഗ്രസ് ഭരിക്കുന്ന സ്റ്റേറ്റുകളിലെ മുഖ്യമന്ത്രിമാർ, കേരളത്തിൽ നിന്ന് ഉമ്മൻചാണ്ടി എന്നിവർ പങ്കെടുക്കുന്ന മീറ്റിംഗാണ്. രാവിലെ ഏതാണ്ട് 9:30 ഈ മീറ്റിംഗ് കവർ ചെയ്ത് മൻമോഹൻ സിംഗും സോണിയാഗാന്ധിയൊക്കെ ഇരിക്കുന്ന ചിത്രമെടുത്ത് ഞാൻ അതിനിടയ്ക്ക് ഉമ്മൻചാണ്ടി സോണിയാഗാന്ധിയോട് സ്വകാര്യം പറയുന്നത് ഈ ചിത്രമൊക്കെ എടുത്തിട്ടാണ് ഞാൻ മീഡിയ സെൻറ്ററിലേക്ക് വരുന്നത്. സെക്കൻഡ് ഫ്ലോറിലായിരുന്നു മീഡിയ റൂം. ഞാൻ കമ്പ്യൂട്ടറിലേക്ക് ഈ ചിത്രങ്ങൾ ലോഡ് ചെയ്ത് തീരാറായി എന്ന് തോന്നുന്നു. ആ സമയത്താണ് ഈ ബിൽഡിങ് ആടി ഉലയുന്നത്. ഭയങ്കര ശക്തമായിട്ട് ഈ ഫാനും എല്ലാം കിടന്ന് ഭയങ്കര ശക്തമായിട്ട് ആടി ഉലയുക. അപ്പോഴത്തേക്ക് എനിക്ക് അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഭൂകമ്പമാണെന്ന്. മീഡിയ സെൻറ്ററിൽ ഉണ്ടായിരുന്ന സകല മനുഷ്യരും ഇറങ്ങി ഓടി. എന്നെ സംബന്ധിക്കുന്ന എൻ്റെ മനസ്സിൽ അപ്പോൾ ഉദിച്ചത് മറ്റൊന്നാണ്. കാരണം തൊട്ടടുത്ത ബിൽഡിങ്ങിൽ പ്രൈം മിനിസ്റ്റർ, സോണിയാഗാന്ധി, കോൺഗ്രസ് നേതാക്കൾ, മുഖ്യമന്ത്രിമാർ ഇത്രയും പേരുണ്ട്. ഇവർ ഇറങ്ങി പുറത്തോട്ട് ഓടി കാണുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു ചിത്രം എനിക്കതിൽ നിന്ന് കിട്ടുമല്ലോ വെച്ച് ഞാൻ ക്യാമറയുമായിട്ട് ഇതിൻ്റെ ടെറസിലേക്ക് സ്റ്റെപ്പുകൾ മുകളിലേക്ക് കയറുകയാണ്. അപ്പോൾ താഴെ നിന്നുകൊണ്ട് ആൾക്കാർ വിളിച്ച് പറയുന്നുണ്ട്, താഴെ ഇറങ്ങും, മുകളിലോട്ട് പോകരുത്, അപകടമാണെന്ന്. പക്ഷേ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരൊറ്റ വികാരം അതുമാത്രം ഉണ്ട്. ഒരു നല്ല ചിത്രം എനിക്കിത് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ടെറസിലേക്ക് ഓടുന്നത്. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ഞാൻ ടെറസിലെത്തി. സൂം ലെൻസായിരുന്നു അന്ന്, 200-ൻ്റെ സൂം ലെൻസാണ്. ലെൻസ് ഇട്ട് നോക്കുമ്പം സോണിയാഗാന്ധി ഇങ്ങനെ അത്ഭുതപ്പെട്ട് സംസാരിക്കുന്ന പോലെ ഫോണിൽ സംസാരിക്കുന്നു. ചുറ്റും ചിദംബരം, ST തിവാരി, അങ്ങനെ പല ഷീലാ ദീക്ഷിത്, അങ്ങനെ പല നേതാക്കളും സോണിയാഗാന്ധിയുടെ റൗണ്ടിൽ നിൽക്കുക. അപ്പം സോണിയാഗാന്ധി മക്കളോട് ഡൽഹിയിൽ വിളിച്ചു ചോദിക്കുകയാണ് അവിടെ എന്തെങ്കിലും ഭൂകമ്പത്തിൻ്റെ എഫക്റ്റ് ഉണ്ട്. കാരണം അതുപോണക്ക് ബിൽഡിങ് ഒലഞ്ഞു. പിന്നീടാണ് അറിയുന്നത് പാകിസ്ഥാനിലെ മുസറാബാദിലാണ്. ഈ മുസറാബാദിൽ നിന്ന് ഏതാണ്ട് 100 കിലോമീറ്റർ ദൂരെയാണ് ഭൂകമ്പം ഉണ്ടായത്. അവിടെ ഏതാണ്ട് 3000-ഓളം പേരുടെ ജീവൻ ആ ഭൂകമ്പം എടുത്തു. അതുകൂടാതെ അതിൻ്റെ എഫക്റ്റാണ് ഇന്ത്യയിലെ കാശ്മീരിൽ 300-ഓളം പേര് മരിച്ചു. ഈ ചിത്രം ഞാൻ എടുത്തിട്ട് ക്യാമറയിൽ നിന്നും ചിത്രങ്ങൾ ഞാൻ കമ്പ്യൂട്ടറിലേക്ക് ലോഡ് ചെയ്തു. അതിനുശേഷം അതിൽ നിന്ന് ചിത്രങ്ങൾ സെലക്ട് ചെയ്തു.
അപ്പോൾ തന്നെ ഞാൻ ഗോപാൽജിയെ വിളിച്ചു, നമ്മുടെ എഡിറ്ററെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, സാറേ ഇങ്ങനൊരു പടമുണ്ട്, നമുക്ക് മാത്രമേ ഉള്ളൂ, ഇന്ത്യയിൽ നമുക്ക് മാത്രമേ ഉള്ളൂ, വേറെ ആരും ഈ ചിത്രം എടുത്തിട്ടില്ല, നമുക്ക് മാത്രമേ ചിത്രമുള്ളൂ, നാഷണൽ എക്സ്ക്ലൂസീവ് ആണ് എന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉണ്ണിയായ പടം അയച്ചോളൂ. എൻ്റെ കൂടെയുള്ള റിപ്പോർട്ടർ ജോഷിയാണ്. ജോഷിയോട് അപ്പം തന്നെ അദ്ദേഹം മെസ്സേജ് കൊടുത്തു, ഇതിനെക്കുറിച്ചൊരു സ്റ്റോറി. കാരണം പാകിസ്ഥാനിൽ നിന്ന് 3000 പേരാണ് മരിച്ചിരിക്കുന്നത്, കാശ്മീരിൽ 300 പേര് മരിച്ചിരിക്കുന്നു. ഉടൻ തന്നെ ചിത്രം ഡെസ്കിലേക്ക് അയച്ചു കൊടുത്തു. പിറ്റേ ദിവസം മാതൃഭൂമിയിൽ സോണിയ കുലുങ്ങി എന്നാണ് ചിത്രത്തിൻ്റെ തലക്കെട്ടോടുകൂടിയാണ് ആ ചിത്രം വന്നത്. സത്യത്തിൽ ആ ചിത്രം തൊട്ടടുത്തിരുന്ന ഹിന്ദുവിൻ്റെ റിപ്പോർട്ടർ എന്നോട് ചോദിച്ചു, ഒരു 10,000 രൂപ തരട്ടെ, ഈ ചിത്രത്തിൻ്റെ മറ്റൊരു കോപ്പി എനിക്ക് തരാമോ എന്ന്. ഞാൻ പറഞ്ഞു, എനിക്കത് തരാൻ പറ്റില്ല. കാരണം നമ്മളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ ആ സ്ഥാപനത്തോട് കാണിക്കേണ്ട മര്യാദ എന്നൊരു സാധനമുണ്ട്, അത് നമുക്ക് വിട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം പത്രപ്രവർത്തനത്തിൽ അങ്ങനെ ചില ചിട്ടകളുണ്ട് എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ അപ്പോഴേ പറഞ്ഞു, ഞാൻ ചിത്രം തരാം, 10,000 രൂപയുടെ 10,000 രൂപയല്ല എൻ്റെ പ്രശ്നം, എനിക്ക് ചിത്രം തരാൻ പറ്റില്ല. റിപ്പോർട്ടർ പേര് ഞാൻ പറയുന്നില്ല. മധ്യപ്രദേശ്, ആൻഡമാൻ, ലക്നൗ, ബറോഡ, നാഷിക്, ഡൽഹി, ആഗ്ര, ഗോളിയോർ. സഞ്ചാരം പെൻഡ്രൈവ് വോള്യം നമ്പർ 22. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. 36 വർഷം പാകിസ്ഥാൻ ജയിലിൽ കിടന്ന ഗജാനന്ദ് ശർമ്മ തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തുന്നുവെന്നറിഞ്ഞാണ് ഞാനും എൻ്റെ ബ്യൂറോ ചീഫായിരുന്ന മനോജ് മേനോനും ജയ്പൂരിലേക്ക് പുറപ്പെട്ടത്. ഗജാനന്ദ് ശർമ്മയുടെ വീട് തപ്പിപ്പിടിച്ച് അവിടെ എത്തുമ്പോൾ നമ്മൾ അറിയാത്ത പല കഥകളും അവിടുന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. 82-ൽ ജയ്പൂരിൽ നിന്നും കാണാതായ ഗജാനന്ദ് ശർമ്മ 36 വർഷത്തിന് ശേഷമാണ് മടങ്ങിയെത്തുന്നത്. ഗജാനന്ദ് ശർമ്മ ഒരു ഗുസ്തിക്കാരനും നല്ല അധ്വാനിയും സൈക്കിൾ റിക്ഷ ചവിട്ടുന്ന തൊഴിലാളിയുമായിരുന്നു. ഗജാനന്ദ് ശർമ്മ എങ്ങനെ പാകിസ്ഥാനിലെത്തിപ്പെട്ടു എന്നത് നമുക്കറിയില്ല. സൈക്കിൾ റിക്ഷ ചവിട്ടി ഈ ബോർഡർ കടന്ന് എങ്ങനെ പോയി എന്ന് അദ്ദേഹത്തിനും അറിയത്തില്ല, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അറിയില്ല. അദ്ദേഹം സൈക്കിൾ റിക്ഷ ചവിട്ടി ചില ദിവസങ്ങളിൽ 1-2 ദിവസം കൂടിയാണ് വീട്ടിൽ വന്നുകൊണ്ടിരുന്നത്. എല്ലാ ദിവസവും വീട്ടിൽ വരുന്ന ഒരു വ്യക്തിയായിരുന്നെങ്കിൽ വീട്ടുകാർക്ക് പിറ്റേ ദിവസം വന്നില്ലെങ്കിൽ അറിയാൻ പറ്റുമായിരുന്നു. ഇദ്ദേഹം ചിലപ്പോൾ 2 ദിവസം, ചിലപ്പോൾ 3 ദിവസം കഴിഞ്ഞാണ് വീട്ടിലെത്തുന്നത്. ഇദ്ദേഹത്തിൻ്റെ പത്നി മഗ്നി ദേവി ഇദ്ദേഹത്തെ കാണാതായപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെട്ടു. പരാതി പോലീസ് സ്വീകരിച്ചുവെങ്കിലും അതിനൊരു തുടർ നടപടികളുണ്ടായില്ല. ഇദ്ദേഹത്തെ കാണാതെ വരുമാനമില്ലാതെ കഷ്ടപ്പെട്ട മഗ്നി ദേവി അടുക്കള പണിക്കും മറ്റ് വീടുകളിൽ ജോലിക്കും മറ്റ് ജോലികൾക്കും പോയി 3 കുട്ടികളെ വളർത്തി. കുട്ടികളെല്ലാം പ്രായമായി, ചിലർ വിവാഹം കഴിച്ചു, അവർക്ക് കുട്ടികളായി. വർഷങ്ങൾക്ക് ശേഷം പാകിസ്ഥാനിൽ നിന്നും ആഭ്യന്തര മന്ത്രാലയത്തിന്, കാരണം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് കുറേ പേരെ നമ്മൾ അങ്ങോട്ടും വിടും, കുറേ പേരെ അവിടുന്ന് ഇങ്ങോട്ടും വിടും. അങ്ങനെ 36 വർഷത്തിന് ശേഷം ഈ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പാകിസ്ഥാനിൽ നിന്നും കുറേ ആൾക്കാരെ വിട്ട കൂട്ടത്തിൽ ഗജാനന്ദ് ശർമ്മയും ഉണ്ടായിരുന്നു. പാകിസ്ഥാൻ ഗവൺമെൻറ്, ഇന്ത്യ ഗവൺമെൻറ് നയതന്ത്രമായ കാര്യങ്ങളായതുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ്റിനെ അറിയിക്കുകയും ഇന്ത്യ ഗവൺമെൻറ് ജയ്പൂർ സർക്കാരിനെ ഈ വിവരം അറിയിക്കുകയും ജയ്പൂർ സർക്കാർ പോലീസ് അന്വേഷണത്തിലൂടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇവരുടെ വീട് അന്വേഷിച്ച് പിടിച്ച്, അവർ നേരത്തെ വേറെ ഒരു സ്ഥലത്താണ് താമസിച്ചത്, അതുകൊണ്ട് അന്വേഷിച്ച് പിടിക്കാൻ കുറേ സമയമെടുത്തു. അങ്ങനെ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അതികഠിനമായ പ്രയത്നത്തിൻ്റെ ഫലമായി അദ്ദേഹം ഈ വീട്ടിലെത്തി. മഗ്നി ദേവിയോട് ഇങ്ങനെ നിങ്ങളുടെ ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ടെന്നും അദ്ദേഹം പാകിസ്ഥാൻ ജയിലിലാണെന്നും
അടുത്ത ദിവസം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് അദ്ദേഹത്തെ മോചിതനാക്കുമെന്നും അറിയിക്കാനുണ്ടാകും. അപ്പം മഗനി ദേവിയുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു ഇദ്ദേഹം എപ്പോഴെങ്കിലും തിരിച്ചു വരും എന്നുള്ളൊരു ഒരു മനസ്സിൻ്റെ ഒരു ദൃഢതയായിരിക്കാം ഉണ്ടായിരുന്നു. കുട്ടികളുടെ അച്ഛൻ എന്തായാലും തിരിച്ചു വരുമെന്ന്. ഗജാനൻ ശർമ്മയുടെ വീട്ടിൽ അദ്ദേഹത്തെ അന്വേഷിച്ച് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട് തപ്പി, വീട് ഇന്ന ജില്ലയിലാണെന്നറിഞ്ഞ് ഞങ്ങൾ അവിടെ എത്തുമ്പോൾ ഗജാനൻ ശർമ്മയ്ക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. അദ്ദേഹം നിലത്തിരിക്കുകയാണ്. ഒരു പ്രത്യേക രീതിയിലാണ് നിലത്തിരിക്കുന്നത്. കാരണം ഈ നടുവിൻ്റെ വളവ്, ഒരു മനുഷ്യന് നടുവ് വളഞ്ഞു പോയാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണോ ആ ബുദ്ധിമുട്ടിലാണത്. കാരണം 36 വർഷം പാകിസ്ഥാൻ ജയിലിൽ കിടന്നതുകൊണ്ടും പാകിസ്ഥാൻ ജയിലുകൾക്ക് ഹൈറ്റ് വളരെ കുറവായിരുന്നതുകൊണ്ടും കുനിഞ്ഞ് ആണ് പാകിസ്ഥാൻ ജയിലിൽ ഇദ്ദേഹം കഴിഞ്ഞിരുന്നതുകൊണ്ടും ഇദ്ദേഹത്തിൻ്റെ നടു വളഞ്ഞ് ഇദ്ദേഹത്തിന് ഒരു കാരണവശാലും നിൽക്കാൻ പറ്റില്ല. കിടക്കുകയോ ഇരിക്കുകയോ മാത്രമേ ചെയ്യാൻ പറ്റുള്ളായിരുന്നു. ഞങ്ങൾ അവിടെ എത്തുന്ന സമയത്ത് കണ്ട കാഴ്ചയാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് ചോദിച്ചു, ഇദ്ദേഹം തന്നെയാണോ നിങ്ങളുടെ ഭർത്താവ് എന്ന് ചോദിച്ചപ്പം അവർ പറഞ്ഞു ഇദ്ദേഹം തന്നെയാണ്. അദ്ദേഹം ഒന്നും പറയുന്നില്ല. കാരണം അദ്ദേഹത്തോട് നമ്മൾ ചോദിച്ചു, ഇദ്ദേഹം മഗനി ദേവി നിങ്ങളുടെ ഭാര്യയാണോ? അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നൊരു നിശബ്ദത മാത്രമാണ്. കാരണം എന്തോ സംഭവിച്ചിട്ടുണ്ടാകാം. ഒരുപക്ഷെ അയാളുടെ ഓർമ്മകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. ഒന്നുകിൽ ഈ 36 വർഷം ജയിലിൽ കിടന്ന ഓർമ്മകൾ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ മറ്റെന്തോ സംഭവിച്ചെന്ന് നമുക്കറിയില്ല. ഇദ്ദേഹം എങ്ങനെ പാകിസ്ഥാൻ ബോർഡറിൽ അല്ലെങ്കിൽ പാകിസ്ഥാനിലെത്തി എന്ന് അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹത്തോട് ചോദിച്ചതിന് മറുപടിയില്ല. അപ്പം മഗനി ദേവി പറഞ്ഞത് ഒരുപക്ഷെ സൈക്കിൾ റിക്ഷ ചവിട്ടി പോയ വഴി എങ്ങനെയോ ബോർഡർ ക്രോസ് ചെയ്തതായിരിക്കാം, ഞങ്ങൾക്കും അറിയില്ല എന്നാണ്. അപ്പോഴാണ് എൻ്റെ കണ്ണിൽപ്പെട്ടത് ഈ വർഷങ്ങളായിട്ട്, ഇത് 36 വർഷമായിട്ട് ഗജാനൻ ശർമ്മയ്ക്ക് അദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരി, ഇദ്ദേഹത്തിന് വേണ്ടി നോർത്ത് ഇന്ത്യയിലുള്ളൊരു ആചാരമാണ് ഈ പെങ്ങള് സഹോദരന് രാഖി, ഈ രക്ഷാബന്ധനത്തിന് ഇവർ കെട്ടുന്നതാണ് രാഖി. ആ രാഖി അയച്ചു കൊടുക്കുന്ന ഒരു സിസ്റ്റം. ഈ 36 വർഷം അയച്ച രാഖികളും ഇവരുടെ വീട്ടിലിങ്ങനെ തൂക്കിയിട്ടിരിക്കുക. നമ്മൾ ചെല്ലുമ്പം ഓരോ വർഷവും മുടക്കാതെ അവർ ഈ വീട്ടിലേക്ക് രാഖി അയച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം തൻ്റെ സഹോദരൻ ഏത് വർഷം വരും എന്നുള്ള പ്രതീക്ഷയിൽ, ആ പ്രതീക്ഷ ഉൾക്കൊള്ളുന്ന ഒരു പ്രതിബിംബമായിട്ട് ആ രാഖി അവരവിടെ അതിൻ്റെ കളറൊക്കെ വളരെ മങ്ങി, ഓരോ വർഷം ചെല്ലുന്നതോറും ഓരോന്നിൻ്റെയും കളർ മങ്ങി അങ്ങനെ മങ്ങിയ കുറേ രാഖികൾ, അതായത് 36 രാഖികളും അവരവിടെ അവരുടെ വീടിൻ്റെ ഇതിൽ തൂക്കി വെച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് സഹോദരന് സഹോദരി അയച്ചു കൊടുത്ത രക്ഷാബന്ധനത്തിന് കയ്യിൽ കെട്ടാൻ ഓരോ വർഷവും പ്രതീക്ഷയോടെ അയച്ചു കൊടുത്ത രാഖികളാണോ കിടന്നത്. ഇദ്ദേഹത്തിൻ്റെ മക്കൾ 3 മക്കളാണ്, 2 ആണും 1 പെണ്ണും. പെൺകുട്ടി വിവാഹം കഴിച്ച് പെൺകുട്ടി വേറെയാണ് താമസിക്കുന്നത്. ഈ ആൺകുട്ടികൾ വിവാഹം കഴിച്ച് അവർക്കും കുട്ടികളായി. പേരക്കുട്ടികൾ ആണ് ഇദ്ദേഹത്തെ പിടിച്ച് കൊണ്ടിരുത്തുന്നത്, അദ്ദേഹത്തിന് ആഹാരം കൊടുക്കാനായിട്ട് നിർദ്ദേശിക്കുന്നത്. പേരക്കുട്ടികളെല്ലാം ഇദ്ദേഹത്തിനോടൊപ്പം ഭയങ്കര ഒരു ആഘോഷം പോലെ. കാരണം ഈ കുട്ടികളൊന്നും ജനിക്കുമ്പോൾ ഇദ്ദേഹം ഇവിടെ ഇല്ല. ഈ മക്കൾ പോലും, ഈ മൂത്ത മകനായിട്ട് 12 വയസ്സുള്ളപ്പോഴാണ് ഇദ്ദേഹം നഷ്ടപ്പെടുന്നത്. അപ്പോൾ ആ മഗനി ദേവി പറയുകയാണ്, എൻ്റെ ഭർത്താവ് കിടക്കയിൽ മൂത്രമൊഴിക്കും, കിടക്കയിൽ മറ്റ് മലവിസർജനമെല്ലാം ചെയ്യും, പക്ഷേ അദ്ദേഹം എൻ്റെ ഭർത്താവായി പോയതുകൊണ്ട് അദ്ദേഹത്തെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഇങ്ങനെയുള്ള മലവിസർജനമെല്ലാം ഈ സ്ത്രീ തന്നെ അവർക്കും ഏതാണ്ട് 75 വയസ്സിന് മുകളിലുണ്ട്. ആ മഗനി ദേവിയാണ് ഈ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത്. കാരണം ഇദ്ദേഹത്തിൻ്റെ കട്ടിലിൽ കിടന്ന മൂത്രം ഒഴിച്ചാൽ അത് മാറ്റണം, അദ്ദേഹത്തിന് വേറെ ഉടുക്കാൻ വേറെ ഡ്രസ്സ് കൊടുക്കണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. പക്ഷേ ഈ മക്കളെ തിരിച്ചറിയുമോ ഭാര്യയെ തിരിച്ചറിയുമോ ഒന്നും അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല ഞങ്ങൾ അവിടെ എത്തിയ സമയത്ത്. പിന്നീട് ഒരു പക്ഷേ അദ്ദേഹത്തിന് എന്തെങ്കിലും മനോബോധം ഉണ്ടായോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയില്ല. അവരുടെ ആൽബത്തിൽ ഇദ്ദേഹത്തിൻ്റെ പഴയ കുറേ ചിത്രങ്ങൾ ഞങ്ങളെ കാണിച്ചു. ആ ചിത്രങ്ങളിൽ പലതും ഇദ്ദേഹമായിട്ട് ഒരു താരതമ്യവും നമുക്ക് തോന്നിയില്ല. കാരണം ചെറുപ്പകാലത്തെ ചിത്രം നല്ല ആക്റ്റീവായിട്ടുള്ള, നല്ല മുഖത്തോടും നല്ല തലമുടിയൊക്കെ നല്ല വളർത്തി നല്ല മിടുക്കനായൊരു ചെറുപ്പക്കാരൻ്റെ രൂപവും, ഇപ്പോൾ അദ്ദേഹത്തെ കാണുമ്പോൾ വളരെ പ്രായം ചെന്ന് അവശനായി നടു നൂർക്കാൻ വയ്യാത്ത ഒരവസ്ഥ,
അങ്ങനെ ഇരിക്കുന്ന ഒരു നമുക്ക് എനിക്ക് അവർ ആ ചിത്രങ്ങളുടെ ഫോട്ടോ എടുക്കാൻ എന്നെ അനുവദിച്ചു. ഞാൻ ആ ചിത്രങ്ങളുടെ ഫോട്ടോ എടുത്തു. അപ്പം എൻ്റെ മനസ്സിൽ തോന്നി ഇദ്ദേഹം തന്നെയാണോ ഇത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുന്നു ഇതാണ് അദ്ദേഹത്തിൻ്റെ പുറത്തൊരു മറുകുണ്ട്, ആ മറുകാണ് അവരുടെ ഐഡൻറ്റിഫിക്കേഷൻ്റെ മെയിൻ ഇത്. അപ്പം അങ്ങനെ ജയിൽവാസത്തിന് ശേഷം തിരിച്ചെത്തിയ ഗജാനന്ദ് ശർമ്മയെ ഭാര്യ മഗ്നി ദേവി തിരിച്ചറിഞ്ഞത് മുതുകിലെ മറുകും കാൽപാദങ്ങളുടെ വ്യത്യാസവും വെച്ചാണ്. അത് മാതൃഭൂമി വാരാന്ത്യ പതിപ്പിൽ നന്നായി കൊടുക്കാൻ പറ്റി. നല്ല കവറേജ് ആയിരുന്നു എന്നാണ് പൊതുവെയുള്ള ഒരു അഭിപ്രായം. ഇനി പാർലമെൻറ്റിൻ്റെ പുറത്തെന്തോ വെടിവെപ്പ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ക്യാമറയും എടുത്ത് പാർലമെൻറ്റിലേക്ക് ഓടുകയാണ്. മാതൃഭൂമി ഓഫീസിൽ നിന്നും പാർലമെൻറ്റിലേക്ക് ഓടുകയാണ്. ഓടുകയെന്ന് പറഞ്ഞാൽ 7 മിനിറ്റ് കൊണ്ട് എനിക്ക് പാർലമെൻറ്റിലെത്താം. 7 മിനിറ്റ് പോലും വേണ്ട, ഈ ഓടുകയാണെങ്കിൽ 5 മിനിറ്റ് കൊണ്ടെത്താം. ഞാൻ പാർലമെൻറ്റിലെത്തി. ഞാൻ എത്തുന്ന സമയത്ത് ഞാൻ കാണുന്ന കാഴ്ച, പാർലമെൻറ്റിൻ്റെ മതിലിന് ചേർന്ന് ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ, വെടികൊണ്ട സുരക്ഷാ ഉദ്യോഗസ്ഥനെ മറ്റൊരു സുരക്ഷാ ഉദ്യോഗസ്ഥനും വേറൊരാളും കൂടി എടുത്തു പൊക്കി മാറ്റുന്നതാണ് ഞാൻ എടുത്ത ആദ്യത്തെ ചിത്രം.